ഓസ്ട്രേലിയയിലെ ന്യൂ സൗത്ത് വെയിൽസിലെ ജൂണി പട്ടണത്തിൽ സ്ഥിതി ചെയ്യുന്ന മോണ്ടെ ക്രിസ്റ്റോ ഹോംസ്റ്റേഡ് എന്ന പേരിൽ അറിയപ്പെടുന്ന ഒരു വീടിന്റെ ചിത്രമാണിത്. പുറത്തുനിന്ന് ഈ ഒരു വീടിനെ നോക്കുമ്പോൾ മനോഹരമായൊരു കൊട്ടാരം പോലെ തോന്നുമെങ്കിലും വീടിന്റെ ഉള്ളിലേക്ക് പ്രവേശിച്ചവർക്കെല്ലാം തന്നെ ഭീതിയുടെ വലിയൊരു ലോകമാണ് ഈ ഒരു വീട് സമ്മാനിച്ചത്. 1885-ൽ ക്രിസ്റ്റഫർ വില്യം ക്രോളി എന്ന വ്യക്തിയാണ് ഈ ഒരു വീട് നിർമ്മിച്ചത്. വീട് പണിത് കുറച്ച് മാസങ്ങൾക്കുള്ളിൽ തന്നെ ക്രിസ്റ്റഫർ മരിക്കുകയാണ്. ഭർത്താവിന്റെ മരണശേഷം ഭാര്യയായ എലിസബത്ത് ക്രോളി മാനസികമായി തകരുകയും 23 വർഷം ഈ ഒരു വീടിനുള്ളിൽ പുറത്തേക്കോ മറ്റൊന്നും തന്നെ ഇറങ്ങാതെ ജീവിച്ചു. ഇതിനോടകം തന്നെ ഈ ഒരു വീട്ടിലെ ജോലിക്കാരൻ വീടിനുള്ളിലെ പടിക്കെട്ടിൽ നിന്നും താഴേക്ക് തെന്നി വീണ് മരിക്കുകയാണ്. ഈ ഒരു സംഭവത്തിന് ശേഷം 1 വർഷം കഴിഞ്ഞ് ക്രിസ്റ്റഫറിന്റെ ഭാര്യയും മരണപ്പെടുകയാണ്. അങ്ങനെ ഈ ഒരു വീട് ആളനക്കമോ മറ്റൊന്നും തന്നെ ഇല്ലാതെ ശൂന്യതയിലേക്ക് വഴുതി വീഴുന്നു. ഈ ഒരു സംഭവങ്ങൾക്കൊക്കെ ശേഷം ഈ ഒരു വീടിനകത്ത് നിന്നും ഭയപ്പെടുത്തുന്ന ശബ്ദങ്ങളും വെളുത്ത വേഷത്തിലുള്ള സ്ത്രീയുടെ രൂപവും കണ്ടുവെന്ന് നാട്ടുകാർ അവകാശപ്പെട്ടിരുന്നു. ഇപ്പോൾ ഈ ഒരു വീട് ഒരു വിനോദസഞ്ചാര കേന്ദ്രം കൂടിയാണ്. ഇപ്പോഴും ഈ ഒരു വീടിനകത്ത് ക്രിസ്റ്റഫറിന്റെയും അദ്ദേഹത്തിന്റെ ഭാര്യയുടെയും ജോലിക്കാരന്റെയും ആത്മാവ് അലഞ്ഞു തിരിഞ്ഞ് നടക്കുന്നുണ്ട് എന്ന് ജൂണി പട്ടണത്തിലെ ആളുകൾ വിശ്വസിക്കുന്നു. സബ്സ്ക്രൈബ്